Welcome to Shahi Effect. Very good afternoon to all of you. Good evening to all of you. Okay, actually, I have been specifically to congratulate this entire team. It was outstanding work on us. I think for Sudarshan and me, നമ്മുടെ കരിയറിൽ തന്നെ ഇങ്ങനത്തെ ഒരു വ്യക്തിയെ കണ്ടിട്ടില്ല എന്നൊരു പഠിപ്പില്ല. അലക്സേജ് എസ്സിയാക്കോ എന്നാണ് പേര്. Yeah, ALEKSAGVESCIOKOV. പുള്ളി ഒരു ലിത്വാനിയൻ സിറ്റിസൺ ആണ്, ഒരു IT പ്രൊഫഷണൽ കൂടിയാണ്. 11th March ആണ് നമ്മൾ വൈകിട്ട് 4 മണിക്ക് അറസ്റ്റ് ചെയ്യുന്നത്. ഇൻഫാക്ട് 9th March ട്രിവാൻഡ്രം റൂറൽ ഡിസ്ട്രിക്ട് SP ഓഫീസിലേക്ക് ADGP ക്രൈം ബ്രാഞ്ച് ഓഫീസിൽ നിന്ന് CBIയുടെ ഈ ഒരു എക്സ്ട്രഡിഷൻ വാറന്റ് ഉണ്ടെന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇൻഫർമേഷൻ കിട്ടിയാണ്. അതനുസരിച്ച് SP സുദർശൻ ഒരു സ്പെഷ്യൽ ടീം നമ്മുടെ ACP വർക്കല ഉണ്ട് ഗോപകുമാർ, അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ഒരു സ്പെഷ്യൽ ടീം ഫോം ചെയ്തു. അവരിത് കണ്ടിന്യൂസ്ലി മോണിറ്റർ ചെയ്യായിരുന്നു. രണ്ടുപേരും ഈ ഒരു പ്രതിനെ കിട്ടണം, ഡെയിലി ബേസിസിൽ ഇൻഫർമേഷൻ എടുക്കണം. അപ്പൊ നമുക്ക് അതിനകത്ത് കിട്ടിയ അഡ്രസ്സിനകത്ത് അഡ്രസ് പഴയ അഡ്രസ് ആയിരുന്നു. അതിനകത്ത് കുറെ മാറ്റങ്ങൾ ഇപ്പൊ വന്നിട്ടുണ്ട്. 4th വാർഡിനാണ് അത് പറയുന്നത്. ഇപ്പൊ ആക്ച്വലി 29th വാർഡിലാണ് ഈ അഡ്രസ് ലൊക്കേറ്റഡ്. അപ്പൊ ഇവര് 2-3 days ആയിട്ട് കണ്ടിന്യൂസ്ലി രാവിലും വൈകിട്ടും പോയി സെർച്ച് ചെയ്താണ് ഇവർക്ക് പിന്നീട് ഈ പ്രതിനെ കണ്ടെത്താൻ കഴിഞ്ഞതും അറസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞതും. അപ്പൊ ഈ ടീമിനകത്ത് DYSP വർക്കല ഗോപകുമാർ ഉണ്ട്, SHO വർക്കല ഉണ്ട്, DV ദിപിൻ ആൻഡ് CPO രാകേഷ് R നായർ ഉണ്ട്, CPO ജോജിൻ രാജ് ഉണ്ട്, ആൻഡ് ഡ്രൈവർ CPO സുജിത് D ഉണ്ട്. അപ്പോൾ ആദ്യം ലൊക്കേറ്റ് ചെയ്യുന്നത് നമ്മുടെ ജോജിൻ രാജ് ആണ്. ഇദ്ദേഹം ടൂറിസം വിംഗിലുള്ള CPO ആണ്. അപ്പൊ ഇദ്ദേഹം ഈ റെഗുലർ ചെക്കിംഗ് ചെയ്തിട്ട് ഇത് വീടാണോ എന്ന് കണ്ടെത്താൻ വേണ്ടിയിട്ട് ഓരോ വീട്ടിൽ പോയിട്ട് നോക്ക് ചെയ്തപ്പോഴത്തേക്കും പുള്ളി തന്നെ വന്ന് ഡോർ ഓപ്പൺ ചെയ്തു. പുള്ളി ബാഗൊക്കെ പാക്ക് ചെയ്ത് നിൽക്കുകയായിരുന്നു. ബിക്കോസ് അന്ന് വൈകിട്ടായിരുന്നു പുള്ളിയുടെ റിട്ടേൺ. അപ്പൊ പുള്ളി ചോദിച്ചു, പോലീസിനെ കണ്ടപ്പോഴത്തേക്കും പോലീസിന് മനസ്സിലായി. അപ്പോൾ പുള്ളി ഒരു കുറച്ച് പൈസ എടുത്ത് ഓഫർ ചെയ്തു, നമ്മുടെ ജോജിൻ രാജിന്റെ അടുത്ത് ഓഫർ ചെയ്തു. അപ്പോൾ ഒരു കട്ട് പൈസ ഉണ്ടായിരുന്നു, 500 രൂപയുടെ ഒരു കട്ട്. പിന്നെ പുള്ളി പറഞ്ഞു 1 second ഞാനിപ്പോൾ ജസ്റ്റ് ചോദിച്ചിട്ട് പറയാമെന്ന് പറഞ്ഞിട്ട് പുള്ളി പുറത്ത് വന്നിട്ട് ഇൻസ്പെക്ടറെയും ടീമിനെയും ഉടനെ വിളിച്ചു. ഇവരെല്ലാവരും വന്നു. ഉടനെ തന്നെ ഈ അലക്സേജിനെ അവിടെ നിന്ന് അറസ്റ്റ് ചെയ്തു. കോടതിയിൽ പ്രൊഡ്യൂസ് ചെയ്തു. സബ്ജക്ട് ട്രിവാൻഡ്രത്തിൽ റിമാൻഡിലായിരുന്നു. സോ ഇത് ബേസിക്കലി ഈ പുള്ളിയുടെ ഒരു ബാക്ക്ഗ്രൗണ്ട് പറയാം. അപ്പൊ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ US-ലെ ഡിസ്ട്രിക്ട് കോർട്ട് ഓഫ് ഈസ്റ്റേൺ ഡിസ്ട്രിക്ട് ഓഫ് വെർജീനിയയിലെ ഒരു ക്രൈം കേസ് ഉണ്ട്. 125 CR 39 ആണ്. അപ്പോൾ പുള്ളിക്കെതിരെയുള്ള ചാർജസ് എന്താണെന്ന് നോക്കിയാൽ മണി ലോണ്ടറിങ്, കോൺസ്പിറസി ടു ഓപ്പറേറ്റ് അൺലൈസൻസ്ഡ് ബിസിനസ്. സോ ഈ പുള്ളിക്ക് സ്വന്തമായിട്ട് ഒരു ക്രിപ്റ്റോ കറൻസി എക്സ്ചേഞ്ച് ഉണ്ട്. അതിന്റെ പേര് ഗ്യാരന്റെക്സ് എന്നാണ്. അപ്പൊ ഈ ഗ്യാരന്റെക്സിനകത്ത് നമുക്ക് US-ൽ നോക്കിയാൽ ഈ ബിറ്റ്കോയിൻ എക്സ്ചേഞ്ച് വഴി ഇല്ലീഗൽ ബിസിനസ്സിൽ ഉള്ള സമ്പത്തിനെ ഈ ബിറ്റ്കോയിൻസിനകത്ത് ഇടുന്നത് ബാൻഡാണ്, ബാൻഡ്. സോ അപ്പൊ ആ ഒരു ഈ ഗ്യാരന്റെക്സ് എന്ന് പറയുന്ന ക്രിപ്റ്റോ കറൻസി എക്സ്ചേഞ്ചിനകത്ത് പുള്ളി റാൻസം വെയർ അറ്റാക്സ് ചെയ്യും. അതിൽ നിന്ന് വരുന്ന വരുമാനം, നാർക്കോട്ടിക് ഡീൽസിൽ നിന്ന് വരുന്ന വരുമാനം, ഈവൻ OSM ചൈൽഡ് സെക്ഷൽ അബ്യൂസ് മെറ്റീരിയൽ ഇത് ഷെയർ ചെയ്യുന്നതിൽ വരുന്ന വരുമാനം, ഈ വരുമാനമൊക്കെ ഹാക്കൊക്കെ കുറേ വലിയ കോർപ്പറേറ്റ്സിനെ ഹാക്ക് ചെയ്തിട്ടുണ്ട്. യൂറോപ്പിലും നോർത്ത് അമേരിക്കൻ കൺട്രീസിലും ഓസ്ട്രേലിയയിലും വരെ. അപ്പൊ ഇതുവരെ ഈ ഗ്യാരന്റെക്സിൽ ഈ തട്ടിപ്പൊക്കെ നടത്തി ലോസ് ആയിട്ടുള്ളത് റെക്കോർഡ്സ് പ്രകാരം ഓൾമോസ്റ്റ് 1,263 crores വർത്ത് മണിയാണ് ഈ പുള്ളിയുടെ ഗ്യാരന്റെക്സ് ക്രിപ്റ്റോ കറൻസിനകത്ത്. ആൻഡ് 146 million US dollars ആണ്. അപ്പൊ ഇത് 2020-ൽ നിന്ന് ഇപ്പൊ ഇതുവരെ കണ്ടിന്യൂസ്ലി ഈ തട്ടിപ്പ് നടത്തിയായിരുന്നു. അപ്പൊ ഈവൻ ലാസ്റ്റ് 2024 വരെ ഒരു പർട്ടിക്കുലർ ഇൻസിഡന്റിൽ ഈ പുള്ളി ഇൻവോൾവ് ആയി. സോ സച്ച് എ ഹൈ പ്രൊഫൈൽ ക്രിമിനൽ. All I have to say is that our police officers did an amazing job, and I would like to congratulate each one of them. In fact, DG സാറും ADG LNO സാറും IG സാറും എല്ലാവർക്കും ഭയങ്കര സന്തോഷമായിരുന്നു. ഇങ്ങനെ ഒരു നല്ലൊരു ക്യാച്ച് CBI നമുക്ക് ഇൻഫർമേഷൻ കൊടുത്ത് ലഭിച്ചത് കൊണ്ടാണ് നമുക്ക് ഇത് ചെയ്യാൻ കഴിഞ്ഞത്. ബട്ട് ആസ് എ ടീം ദാറ്റ് വി വർ ഏബിൾ ടു ഡു ഇറ്റ് ഇസ് ഉണ്ട്. കഴിഞ്ഞ 5 വർഷത്തിൽ പുള്ളി 1-2 മാസം ഇവിടെ വന്ന് സ്റ്റേ ചെയ്യാറുണ്ട്. ഇപ്പോഴും February 11th ആണ് ഇങ്ങോട്ട് വന്നത്.
അപ്പൊ അന്നായിരുന്നു തിരിച്ചു പോകാൻ വേണ്ടി പുള്ളി തയ്യാറെടുത്തു. ആ സമയത്ത് വാറന്റ് ഉണ്ടായിരുന്നില്ല. വാറന്റ് ഉണ്ടെങ്കിൽ നമുക്ക് എയർപോർട്ടിൽ തന്നെ കിട്ടുമല്ലോ. യുഎസിൽ ഇന്ത്യയും എക്സ്പെഡിഷൻ ട്രീറ്റി ഉണ്ട്. അപ്പൊ യുഎസിന്റെ വാറന്റ് നമുക്ക് CBI ICT എന്ന് പറയുന്നുണ്ട്, ഇന്റർനാഷണൽ കോർപ്പറേഷൻ പോലീസ്. അപ്പൊ ആ CBI യൂണിറ്റിലേക്ക് വാറന്റ് വന്നിട്ട് അത് വഴി നമുക്ക് കോടതിയിൽ വന്നിട്ടാണ് C-form ചെയ്തിട്ടുണ്ട്. ആദ്യം C-form ചെയ്തിട്ടുണ്ട്. കണ്ടെത്താൻ കഴിയും. സപ്പോസ് അങ്ങനെ എന്തെങ്കിലും ഇൻപുട്ട് ഉണ്ടെങ്കിൽ, അങ്ങനെ മാറി താമസിക്കുമ്പോൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ, ബിക്കോസ് ടൂറിസ്റ്റ് വരാനോ, സോ എന്തെങ്കിലും ഇൻപുട്ട് ഉണ്ടെങ്കിൽ നമുക്കത് കണ്ടെത്താൻ കഴിയും. വാർഡ് ഞാൻ പറയുന്നത് ഈ പർട്ടിക്കുലർ അഡ്രസ്, ആ അഡ്രസ് പഴയ നമ്പർ, ആ കറക്റ്റ് അഡ്രസ്സിന്റെ പഴയ നമ്പറാണ് ഇത് കൊടുത്തത്. അതിന്റെ റിവിഷൻ നടന്നിട്ടുണ്ടെന്നാണ് പറയുന്നത്. അഡ്രസ് മാറിയിട്ടില്ല. ആ അഡ്രസ്സിന്റെ ഷഫ്ലിംഗ് വർഷത്തോളം ചെയ്തതിന് അങ്ങനെ പുള്ളിക്ക് സപ്പോർട്ടായിട്ടാണോ? ആക്ച്വലി ഇവര് വരുന്നത് എന്താ പറഞ്ഞാൽ, ഇവര് വരും, ഇവര് ഫാമിലി ആയിട്ട് ഇപ്രാവശ്യം വന്നിട്ടുണ്ടായിരുന്നു. അതിന്റെ ഒരു ദിവസം മുമ്പാണ് വൈഫും 2 പെൺകുട്ടികളും അവർ തിരിച്ചു പോയത്. അപ്പൊ ഇവര് വരുമ്പോ ഒറ്റയ്ക്കാണ് താമസം. അവര് വേറെ ആരുമായിട്ട് മിങ്കിൾ ചെയ്യാറില്ല. ഇപ്പൊ 2 വീലേഴ്സ് ഉണ്ട്, ആവശ്യമുള്ള ഭക്ഷണങ്ങളും സാധനങ്ങളൊക്കെ അവർ വാങ്ങിക്കുന്നു. വേറെ ആരുമായിട്ട് മിങ്കിളിങ് ഇല്ലാന്ന്. അതുകൊണ്ട് ഇവർക്ക് കാനറ ബാങ്കിൽ അക്കൗണ്ടും ഉണ്ട്. ഇവർ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഇവർ സ്വന്തം നോക്കുന്നുണ്ട്. ലിത്വാനിയയിലാണ്. തിരിച്ച് അമേരിക്കയിലേക്ക് പോകാനാണോ അതോ എങ്ങോട്ട് പോകാനായിരുന്നു? സോ അതൊക്കെ നമ്മളിപ്പോ അന്വേഷിക്കുകയാണ്. നമുക്ക് എന്തായാലും ഇവിടുത്തെ മൊബൈൽ ഫോൺ ഉപയോഗിച്ചിട്ടുണ്ട്, ബാങ്ക് അക്കൗണ്ട് ഉണ്ട്, അതെല്ലാം കേരളത്തിലാണ്. സോ നമുക്ക് ഈ ഡീറ്റെയിൽസ് ഒക്കെ വെച്ചിട്ട് ഒരു കംപ്ലീറ്റ് അന്വേഷണം നടത്താൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഓൾറെഡി ഓഫീസേഴ്സ് ചെയ്യുന്നുണ്ട്. അതെ, we will hand him over to the CBI court. പുള്ളി ഹോം സ്റ്റേ ബിസിനസ് ഇല്ല. പുള്ളി താമസിച്ച ഇടം ഹോം സ്റ്റേ ആണ്. അവിടെ ഒരു 3 മാസത്തേക്ക് ഒരു അഗ്രിമെന്റ് ചെയ്ത് 5 ലക്ഷം രൂപ ഇയാൾ പർട്ടിക്കുലർ ഹോം സ്റ്റേ വാടകയ്ക്ക് എടുത്തു. അവരിവർ കഴിഞ്ഞ 5 വർഷമായിട്ട് റെഗുലർ ആയിട്ട് ഇയാൾക്ക് വാടക കൊടുക്കുക. ഇയാൾ ഒരു ദിവസം ഏതോ ഒരു വർഷം ബീച്ചിൽ വന്ന സമയത്ത് ഹോം സ്റ്റേ ഫോർ റെന്റിന് വരുന്ന ഒരു ബോർഡ് ഉണ്ടായിരുന്നു. അങ്ങനെ ഈ ഓണറിനെ പരിചയപ്പെട്ടത്. ഫോണിൽ വിളിച്ചിട്ട് സംസാരിച്ചിട്ടാണ് ഈ ഹോം സ്റ്റേ ഇയാൾ വാടകയ്ക്ക് എടുക്കാൻ തുടങ്ങിയത്. കഴിഞ്ഞ 5 വർഷമായിട്ട് റെഗുലർ ആയിട്ട് ഇടയ്ക്ക് വന്ന് താമസിച്ചു പോകും. ആ വർഷത്തിന്റെ ആ തുക ഇയാൾ എക്സ്ക്ലൂസീവ്ലി ഇയാൾക്ക് റിസർവ് ചെയ്തു. അപ്പൊ ആക്ച്വലി ഒരു മർഡർ കേസ് ഉണ്ടായിട്ടുണ്ട് അവിടെ. അതിലാണ് ACP വർക്കല വരാൻ കുറച്ച് താമസിച്ചത്. അതൊരു മർഡർ കേസ് ഉണ്ടായിരുന്നു. പുതിയ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. അതുവരെ ഏവർക്കും ഷാഹി ഇഫക്റ്റിന്റെ സി ഓഫ്.